അങ്ങനെ നമ്മൾ വീട്ടമ്മമാർക്കും ഒരു നിയമം വന്നു കേട്ടോ. നമ്മളിനി വെറുതെ ഒന്നും ഇവർ കാണാൻ പാടില്ല. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് മിക്കവർക്കും മനസ്സിലായി കാണും. മനസ്സിലാത്തവർക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇവിടെ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരായ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഇന്നലെ ഒരു വിധി വന്നത് ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നൊരു വിധിയാണ്. നിങ്ങളുടെ സേവനത്തിന് എത്ര രൂപയാണ് വീട്ടുകാരിട്ടിരിക്കുന്നത്? വളരെ കുറഞ്ഞ തുകയായിരിക്കും. ചിലർക്കൊന്നും അങ്ങനൊരു സേവനമേ ചെയ്യുന്നതായിട്ട് തോന്നത്തുമില്ല. എന്നാൽ സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നു, വീട്ടമ്മമാർ ഇന്ത്യയിൽ നിലവിൽ അവർ ചെയ്യുന്ന സേവനത്തിന് മിനിമം 30,000 രൂപയ്ക്ക് അർഹതയുണ്ട് എന്നാണ്. 30,000 rupees. മൊത്തം രാജ്യത്തിന്റെ GDP-യുടെ 17% ഈ വീട്ടമ്മമാരുടെ സേവനമാണ് എന്നത് അംഗീകരിച്ചിരിക്കുന്നു സുപ്രീം കോടതി. മാത്രമല്ല, സുപ്രീം കോടതി ഇന്നലെ ആ വിധിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനി വീട്ടമ്മമാരെ രാഷ്ട്ര നിർമ്മാതാക്കൾ എന്ന് വിളിക്കണം എന്നാണ്. അല്ലേ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അത് കേൾക്കുന്ന സമയത്ത് എന്തൊരു ഡിസ്ഗസ്റ്റിംഗ് ആണ് അല്ലേ? അങ്ങനെയല്ല കേട്ടോ, അവർ രാഷ്ട്ര നിർമ്മാതാക്കളാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ കണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായാലും എന്താ കാര്യം എന്നുള്ളത്. അപ്പൊ നമ്മളാരും വെറുതെ അല്ല എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാരെ ആരും ചെറുതായിട്ട് ഒന്നും കാണണ്ട കേട്ടോ. നമ്മൾ ഹോം മേക്കർ മാത്രമല്ല, കൺട്രി മേക്കർ കൂടെ ആണെന്നാണ് നമ്മുടെ രാജ്യം പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി നമ്മളെ നന്നായി തന്നെ കണ്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ഹസ്ബൻഡിനും നമ്മുടെ കുട്ടികൾക്കുമാണ് നമ്മുടെ വില മനസ്സിലാവേണ്ടത്. അപ്പോ ഇതൊന്നും പറയാനാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും വീട്ടമ്മമാരെ അപ്പൊ അത്ര ചെറുതാക്കി കാണുകയും വേണ്ട. ചെയ്യുന്നത് നിനക്കെന്താ വീട്ടിൽ ഇത്ര പണി എന്ന് പറയുന്നവർക്കും, നിന്റെ പണി അത്ര വലിയ പണിയാണെന്ന് ചോദിക്കുന്നവർക്കും ഒരു മറുപടി തന്നെയാണ് ഇത് കേട്ടോ. നിങ്ങൾ കഷ്ടപ്പെട്ട് എത്രമാത്രം ജോലി ചെയ്യുന്നു അതിലും ഇരട്ടി തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും വീടുകളിൽ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ രാവിലെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും വെച്ചുണ്ടാക്കുന്നു, കഴിയുന്നു, നിങ്ങൾ പോകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഫ്രീ ആണെന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ സമയം മെനക്കെടുത്തി ഞങ്ങൾ കണ്ടെത്തുന്നതാണ്. ഞങ്ങളുടെ കിട്ടുന്ന സമയത്തിൽ നിന്നും ഞങ്ങൾ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന റീൽസ് കാണുന്നതോ അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും ചെയ്യുന്നതോ, ഞങ്ങൾ വീഡിയോസ് എടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ എൻഗേജ് ആവുന്നത്, ഞങ്ങളുടെ ഈ ജോലികൾ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ അതിന് സമയം കണ്ടെത്തുന്നതാണ്. എന്നും പറഞ്ഞ് ഞങ്ങൾ എപ്പോഴെങ്കിലും ലീവ് എടുക്കാറുണ്ടോ? വയ്യാതിരിക്കുക ആണെങ്കിൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യും. ഇപ്പം തന്നെ എനിക്ക് നന്നായി വയ്യ. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ നെറ്റിലൊക്കെ ഇങ്ങനെ ഗ്ലോ ഒന്നും അല്ല കേട്ടോ, നല്ല ഒന്നൊന്നരമായിട്ട് വിക്സൊക്കെ തേച്ച് ആവിയൊക്കെ പിടിച്ചിട്ട് വന്നിരുന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. കണ്ടാൽ പനിയാണെന്ന് ആർക്കും തോന്നില്ലല്ലോ, തോന്നാൻ പാടില്ല എന്ന് വെച്ചിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന പല കാര്യങ്ങളും സമയങ്ങളും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ എല്ലാ ഡ്യൂട്ടികളും ചെയ്തിട്ടാണ്. പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരും ശ്രദ്ധിക്കണം, നമ്മളെ പുച്ഛിക്കുന്ന പലരും ഞങ്ങൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വന്നു ഇനി ഞങ്ങളെ കൂടെ ഒന്നും പറയുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഒരു ദിവസം ഒരു 24 hours ഞങ്ങൾ അലേർട്ടാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ സുപ്രീം കോടതിക്ക് ഒരു സല്യൂട്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഓർക്കുക, ഞങ്ങൾക്ക് മാസം സാലറി തരേണ്ടതാണ്. മിനിമം 30,000 ആണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സാലറി. അപ്പോൾ അത് മറക്കാതെ ഞങ്ങൾക്ക് അതിന് തന്നേക്കണം കേട്ടോ. അപ്പോൾ ആർക്കും പുച്ഛിക്കാനോ ഞങ്ങളെന്ന് കളിയാക്കാനോ ഹൗസ് വൈഫോ എന്ന് ചോദിക്കാനോ ഒന്നും ഇടുന്നരുത്. അപ്പോൾ മറക്കാതെ ഞങ്ങളുടെ സാലറി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നേക്കണം കേട്ടോ. അപ്പോൾ സ്ത്രീകളാരും പേടിക്കേണ്ട, വീട്ടമ്മമാരും ഒരു കൊച്ചാക്കി കാണണ്ട. നമ്മൾ ഹൗസ് വൈഫാന്ന് പറയുന്നത്. നമ്മൾ ഹൗസ് വൈഫ് മാത്രമല്ല, നമ്മൾ കൺട്രി മേക്കേഴ്സ് കൂടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.